ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിയാൻസ് വേൾഡ്. ഇന്ന് വറുത്തരച്ചിട്ടുള്ളൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഞണ്ടാണിത്. ഇത് വെച്ചിട്ട് ഞങ്ങളിവിടെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 പിടി തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അല്ലി കറിവേപ്പില ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരേക്കും നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മൂത്ത് വരാനുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വളരെ നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മീഡിയം സൈസ് 3 സവാളയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. അതിൻ്റെ ഒരു മണം, കുത്തുന്ന മണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളികൾ ചതച്ചത് 1 ടീസ്പൂൺ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇതിലിട്ടിട്ട്. ഇനി ഇതാ 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏകദേശം 1/2 ടീസ്പൂൺ ഉണ്ടായിരിക്കും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 തക്കാളിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഇത് ഒരു ക്രീമി സ്ട്രക്ചറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ ഞണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വലിയ ജീരകം ചതച്ചത് 1 നുള്ള്, അതുപോലെ തന്നെ 1 കഷ്ണം പട്ടയും ചതച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ പട്ടയും പെരുംജീരകവും വലിയ ജീരകവും ചേർക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു രുചിയും നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. ഇതാ നമ്മുടെ ഞണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. കണ്ടോ, നമ്മുടെ ഞണ്ട് കറി ഇപ്പോൾ നന്നായി തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയുടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. അപ്പോൾ ഇതിന് ഇരട്ടി സ്വാദ് കൂടും. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറും ഉണ്ട് അല്ലേ. അപ്പം ഈ കറി
എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണിത്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്